ഈ സുന്ദരമായ കടൽ തീരത്തിരുന്ന് കടലിൻ്റെ കാറ്റടിച്ച് തിരമാലകളെയൊക്കെ ഇങ്ങനെ നോക്കി മണ്ണുകൊണ്ട് ഒരു ചിത്രം വരയ്ക്കണം. അത് എന്ത് രസമായിരിക്കും അല്ലേ? ഞാൻ സ്വപ്നം കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ ചിത്രം. അതിലിങ്ങനെ കുറേ പൂക്കളും മരങ്ങളും അതിനിടയിൽ എൻ്റെ കൊച്ചു സൈക്കിളിന് ചുറ്റും ഓടിക്കളിക്കുന്ന കുറേ കുട്ടികളും പാറിപ്പറക്കുന്ന കിളികളും, എന്നിട്ട് അവയ്ക്കെല്ലാം ഒപ്പം ഇങ്ങനെ യാത്ര ചെയ്ത് മലകളും താഴ്വാരങ്ങളും ഒക്കെ താണ്ടി സൂര്യൻ്റെ ഇളം ചൂടൊക്കെ ഏറ്റ് മേഘത്തണലിങ്ങനെ സൈക്കിളുമായിട്ട് ഒരുപാട് കൂട്ടുകാരെ കണ്ട് സംസാരിച്ച് അവരുടെ കൂടെ കളിച്ച് കഥ പറഞ്ഞ് യാത്ര ചെയ്ത് മുന്നോട്ട് പോകണം. അതൊരു വല്ലാത്ത രസമല്ലേ? All students, silence please. Dear students, ഇന്ന് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. കഥ പറയും വണ്ടിയുമായി നമ്മുടെ ഷെയ്സച്ചൻ സാന്റാ മരിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുണ്ടൻവേലിയിൽ എത്തുകയാണ്. നമുക്കറിയാം, ഫാദർ ഷെയ്സ് തോമസ് എസ്.ജെ. കഥ പറയും വണ്ടി എന്ന സൈക്കിൾ യാത്രയുമായി ലഹരിക്കെതിരെ ബോധവൽക്കരണം ലക്ഷ്യമാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 500ഓളം സ്കൂളുകളിൽ എത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മുടെ സ്കൂളിലും എത്തുന്നത്. കോഴിക്കോട് സെൻറ് മൈക്കിൾസ് സ്കൂളിൽ സാമൂഹ്യ പ്രവർത്തക ദയാബായിയാണ് ഈ സൈക്കിൾ യാത്ര ഉദ്ഘാടനം ചെയ്തത്. ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ആപത്താണ് അച്ഛൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇന്ന് അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. അച്ഛനെ നമുക്ക് സ്കൂളിലേക്ക് വെൽക്കം ചെയ്യാം. കഥ പറയും വണ്ടി, ആഹാ കഥ പറയും വണ്ടി, കഥ പറയും വണ്ടി, ആഹാ കഥ പറയും വണ്ടി.
കൂട്ടുകാരെ തേടി നടക്കും സൂപ്പർ വണ്ടി. നാട്ടിൽ മുഴുവൻ ചുറ്റി നടക്കും സൈക്കിൾ വണ്ടി. ഇത് കൂട്ടുകാരെ തേടി നടക്കും സൂപ്പർ വണ്ടി. നല്ലവരാകാൻ കഥ പറയും ടിങ് ടിങ് വണ്ടി. ഇത് കാടും വീടും ചുറ്റി നടക്കും ചിൽ ചിൽ വണ്ടി. കഥ പറയും വണ്ടി, ആഹാ കഥ പറയും വണ്ടി. കഥ പറയും വണ്ടി, ആഹാ കഥ പറയും വണ്ടി. മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ചില ദൂഷ്യവശങ്ങളെ പറ്റി അതിൻ്റെ ഒരു സങ്കടകരമായ അവസ്ഥയെപ്പറ്റിയുമൊക്കെ ഒന്ന് ചിന്തിക്കാനുണ്ട്. നമുക്ക് തന്നെ അങ്ങനെയുള്ള പൊടികളിൽ വീഴാതിരിക്കാനുമായിട്ടുള്ള ഞാൻ സ്നേഹസേനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്കൂളുകളിൽ പോകാറുണ്ടായിരുന്നു, കുട്ടികളെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് പ്രോഗ്രാംസ് കൊടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഇടപെടുമ്പം പല സ്ഥലങ്ങളിലും കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്തും ഒക്കെ ഇടപെട്ട് വരുമ്പോൾ കുട്ടികൾ നല്ലവരാണ്, വളരെ നമ്മൾ അടുത്ത് കഴിയുമ്പോഴത്തേനും ഭയങ്കര നന്മയുള്ളവരാണ്, നല്ല സ്നേഹമുള്ളവരാണ്. നമ്മളൊരു പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും അവർക്കിങ്ങനെ നമ്മളോട് വളരെ അടുപ്പം കാണിക്കുക, അത്രയും സ്നേഹമുണ്ട് അവർക്ക്. പക്ഷെ ഇതിനൊക്കെ ഇടയിൽ അവർക്ക് ചില അലോസരങ്ങൾ, ചില കുട്ടികൾ ഡിപ്രസ്ഡ് ആയി പോകുന്നു എന്ന് പറയുന്നു, അവർക്ക് ഭയങ്കര ജീവിതം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു, മാതാപിതാക്കളോട് ഭയങ്കര അരിശം വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള കാരണങ്ങൾ ഇവരോട് കുറച്ചും കൂടെ അടുത്ത് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും. അപ്പം പലപ്പോഴും ഒരു മയക്കുമരുന്നിൻ്റെ ഒരു അതിപ്രസരം ഇതിൽ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ഞാൻ ഈ പ്രോഗ്രാംസ് കൊടുക്കുമ്പോൾ ഈ ടോസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി കൊടുക്കാറുണ്ട്, ട്രാൻസ്ഫോമിങ് വൺ സെൽഫ് ത്രൂ ആർട്ട്, സ്റ്റോറീസ് ആൻഡ് തിയേറ്റർ. അപ്പോൾ അതിൽ ഒരു സീക്രട്ട് ബോക്സ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ അതിൽ കുട്ടികൾ വളരെ ഓപ്പണായിട്ട് ജെനുവിനായിട്ട് അവരെഴുതും. അപ്പോൾ അതിൽ കുറേ ലെറ്ററുകളിൽ ഇവരെഴുതിയതിൽ ഈ മയക്കുമരുന്നിൻ്റെ ഒരു ഉപയോഗം കാരണം ഇവർക്ക് ജീവിതത്തിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താണോ ഒന്ന് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വലിയ ഒരു ആശങ്ക, എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഇവരോടൊക്കെ ഞാനൊരു ക്യാമ്പിനോ ഒരു വർക്ക്ഷോപ്പിനോ ഒക്കെ പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കാറുള്ള ഒരു കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു 3 കാര്യം പറയുമ്പോൾ എല്ലാ കുട്ടികളും തന്നെ പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് ഉപദേശം ഇഷ്ടമല്ല. അപ്പോൾ ഉപദേശിക്കാതെ ഇവരെ എങ്ങനെ ഇവരോടൊരു ആശയം, ഒരു നന്മ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പോൾ ഇവർക്ക് കഥകൾ ഇഷ്ടമാണ്, പിന്നെ ഇവർക്ക് സൈക്കിളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിനെനിക്ക് പല അനുഭവങ്ങളുണ്ട്, എവിടെയാണ് ഈ കഥകൾ ഇഷ്ടപ്പെടുന്നത്, സൈക്കിൾ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നോ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം വരുന്നത്. അപ്പോൾ കഥ പറയും വണ്ടി ഇങ്ങനെ സ്കൂളുകളിൽ പോവുക. അപ്പോൾ ഒരു 50,000 കുട്ടികളെ എങ്കിലും ഒരു വർഷം കാണാനായിട്ട് പറ്റുക, ഒരു 500 സ്കൂളുകളിലെങ്കിലും ഒരു വർഷം നമുക്കൊന്ന് സൈക്കിളുമായിട്ട് ചെന്ന്. അപ്പോൾ കുട്ടികൾക്ക് കളികൾ ഇഷ്ടമാണ്, അപ്പം കളിച്ച് കഥ പറഞ്ഞ് അവരോട് ഒരു അനുഭവവേദ്യമായിട്ടുള്ള ഒരു സംഭവമാക്കി ഇതിനെ തീർക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഞാൻ ഇറങ്ങിയത്. നമ്മളൊരു സ്കൂളിലേക്ക് ചെന്നാൽ ഇത് എൻ്റെ തന്നെ ഒരു പെർഫോമൻസ് ആയി പോരുന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇത് കുട്ടികളെ കൂടി ചേർത്ത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് വരുന്നത്. പിന്നെ കുട്ടികളൊക്കെ ഇപ്പം സ്കൂളുകളിൽ ഇങ്ങനെ വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് കുറച്ചും കൂടെ പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ
പ്രോസസ്സിന് അതിൻ്റെ സൗന്ദര്യം ഉണ്ടെന്നും കൂടെ കാണിച്ചു കൊടുക്കുകയും അവരെ ഉൾപ്പെടുത്തുകയും അത് അങ്ങനെ ഒരു അനുഭൂതിയാക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കുട്ടികളെ സ്കൂളിൽ നിന്ന് ഇഷ്ടമുള്ള കുട്ടികളെ അവർക്ക് തരാം. അപ്പോൾ ആ കുട്ടികൾ വരുന്നു. അപ്പോൾ അവരുമായിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് ഇൻറ്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് കളികൾ അവർക്ക് കൊടുക്കുന്നു. ആ കളിയിൽ നിന്ന് ഒരു ചെറിയൊരു നാടകം പോലൊരു സാധനം, ഈ നമ്മുടെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് പോലൊരു സംഭവം രൂപപ്പെടുത്തിയെടുക്കുന്നു. എന്നിട്ട് അത് മൊത്തം സ്കൂളിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ തിയേറ്ററിലൊക്കെ എൻഗേജ്ഡ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഒരു രീതിയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രയോഗിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടികൾക്കും അത് ഭയങ്കര അവൻ്റേതായിട്ട് തോന്നും, അല്ലെങ്കിൽ അവളുടേതായിട്ട് തോന്നും. അത് എൻ്റെ ഒരു പെർഫോമൻസും അങ്ങനെയല്ല തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ ഒരു പെർഫോമൻസ് ആയിട്ടല്ല തോന്നുന്നത്. അപ്പോൾ ഇതിൽ പാട്ട് വേണം, കളി വേണം, കൊട്ടു വേണം. അപ്പം അങ്ങനെ ഈ സമ്പ്രദായങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. കഥ പറയും വണ്ടി, ആഹാ കഥ പറയും വണ്ടി, കഥ പറയും വണ്ടി, ആഹാ കഥ പറയും വണ്ടി. കഥ പറയും വണ്ടി ഞങ്ങൾക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഫാദർ ഷെയ്സിൻ്റെ ഒരു ക്ലാസ് എന്നതിനേക്കാൾ ഉപരി വളരെ ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ലഹരിയുടെ തീവ്രത എത്രത്തോളം അപകടകരമാണെന്ന് നാടകത്തിലൂടെയും കളികളിലൂടെയും പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ഞങ്ങൾക്ക് പറഞ്ഞു തരികയും കാണിച്ചു തരികയും കളിപ്പിക്കുകയും ചെയ്തു. ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നേരിടണമെന്നും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ തളരാതെ എങ്ങനെ അതിനെ നേരിടണമെന്നും ഞങ്ങൾക്ക് വളരെ മനോഹരമായി ക്ലാസ് എടുത്തു തന്നു. കഥ പറയും വണ്ടി എന്ന ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിലാണ് നോഡ്ര ക്ലാസ് എടുക്കുന്നത്. സാധാരണ എല്ലാ നോഡ്ര ക്ലാസ്സിനേലും ശരിക്കും വ്യത്യസ്തമായ രീതിയിലാണ് ഇവരെല്ലാം പറഞ്ഞു തരുന്നത്. ആക്ടിവിറ്റീസിലൂടെയും എല്ലാം നല്ല രീതിയിലാണ്, കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാം പറഞ്ഞു തരുന്നത്. പിന്നെ ഞങ്ങൾക്ക് എന്താ അകത്ത് ഫീൽ ചെയ്യുന്നതെന്ന് ആദ്യമായിട്ടാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇതിൽ നിന്നുണ്ടായത്. കഥ പറയും വണ്ടി എന്ന പ്രോഗ്രാമിലൂടെ അച്ഛൻ പറഞ്ഞു തന്ന പല കഥകളും കളികളിലൂടെയും മയക്കുമരുന്നിന്റെ ദൂഷ്യതയെ പറ്റി ഞങ്ങൾക്ക് വളരെ വ്യക്തമായി. മയക്കുമരുന്ന് നമ്മെ തന്നെ നശിപ്പിക്കുന്നു, നാം നശിപ്പിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ ചുറ്റുപാടുകളെ നാം നശിക്കപ്പെടുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആ ഒരു മനുഷ്യന് വളരെ സന്തോഷപൂർവമായ ഒരു ജീവിതമായിട്ട് നയിക്കുക. പക്ഷേ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷം അയാളുടെ ജീവിതം വിഷാദത്തിന് അടിമപ്പെടുന്നു, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നു, മയക്കുമരുന്ന് അയാളുടെ ചുറ്റും അന്ധകാരം പരത്തുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ അച്ഛൻ കളികളിലൂടെയും ക്ലാസ്സുകളിലൂടെയും ഞങ്ങൾക്ക് വളരെ നന്നായി പറഞ്ഞു തന്നു. കഥ പറയും വണ്ടീന് വേണ്ടി ഫാദർ ഷേസ് ഞങ്ങളുടെ സ്കൂളിൽ വന്നിരുന്നു. രാവിലെ തൊട്ട് എല്ലാം ഡ്രഗ്സിനെ കുറിച്ചും അതിൻ്റെ സൈഡ് എഫക്ട്സും അതുകൊണ്ട് ലൈഫ് എങ്ങനെ ചേഞ്ച് ആവും, ലൈഫ് എങ്ങനെ ബാധിക്കും എന്നെക്കുറിച്ച് ഡ്രഗ്സിൻ്റെ കുറിച്ച് പറഞ്ഞിരുന്നു. കുറേ ആക്ടിവിറ്റീസും എല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഈ കഥ പറയും വണ്ടിയിൽ സൈക്കിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ സൈക്കിൾ ചവിട്ടിയാണ് ഓരോ സ്കൂളുകളിലേക്കും ചെല്ലുന്നത്. അപ്പോൾ ഇത് ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിലൊരു യാത്രയുണ്ട്, ഒരു പ്രോസസ്സുണ്ട്. നമ്മുടെ ശരീരം ഉപയോഗിച്ച് നമ്മൾ ചവിട്ടേണ്ടതായിട്ടുണ്ട്. ബ്രീത്തിങ്ങിൻ്റെ ഒരു കൺട്രോളുണ്ട്, ബ്രീത്തിങ്ങിൻ്റെ ഒരു ശക്തമായിട്ടുള്ള എടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ സ്വസ്ഥമാക്കുന്ന ഒരു പ്രക്രിയ കൊണ്ട് സൈക്ലിങ്ങിലുണ്ട്. ഇത് പെർഫോമൻസിലും കൂടെ ഈ സൈക്കിളിനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ആ സ്കൂളിൽ ചെന്ന് ചെയ്യുന്ന ആ കഥ പറയും വണ്ടിയിലെ കഥയിലും ആ നാടകത്തിലും കളിയിലും ഒക്കെ നമ്മൾ സൈക്കിള് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സൈക്കിളിൻ്റെ പെഡലിങ്ങനെ കറക്കുമ്പോൾ ഉള്ള ശബ്ദം അതൊക്കെ ഭയങ്കര മെഡിറ്റേറ്റീവാണ്, അതൊക്കെ ഭയങ്കര സുന്ദരമാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ പെർഫോമൻസിനെ കുറേ കൂടി കുട്ടികൾക്ക് ഇമ്പമുള്ളതാക്കുന്നു, അല്ലെങ്കിൽ കുറേ കൂടി താല്പര്യമുള്ളതാക്കുന്നു. നമുക്കറിയാം സൈക്കിള് ഏത് കൊച്ചു കുട്ടിയോട് സൈക്കിൾ വേണമെന്ന് ചോദിച്ചാൽ അവൻ വേണമെന്ന് പറയും. അല്ലെ അവന് ചെറുപ്പത്തിൽ കരയുന്ന ഒരു സൈക്കിൾ കിട്ടാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. എൻ്റെയും ചെറുപ്പത്തിൽ ഞാനിങ്ങനെ സൈക്കിളിലൊന്ന് സ്കൂളിൽ പോകാനായിട്ടൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. സൈക്കിള് എൻ്റെ അപ്പന് വാങ്ങിത്തരാൻ പറ്റുന്ന ഒരു സമയത്ത് അത് വാങ്ങിത്തന്ന് അതിൽ ഇങ്ങനെ ചവിട്ടിപ്പോകുന്നതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. മനസ്സിനും ശരീരത്തിനും അതുപോലെ ഒരു ആരോഗ്യം തരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കിളിനെയും കൂടെ നമ്മൾ ഈ കഥ പറയും വണ്ടിയിൽ ഒരു കഥാപാത്രം പോലെ സൈക്കിൾ ഇങ്ങനെ അതിൻ്റെ അകത്തുണ്ട്. അത് ഒരു ഭംഗിയുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഈ ഒരു പ്രക്രിയയിൽ. ഞാനും ഈ പരിപാടി കഥ പറയും വണ്ടി എന്ന പരിപാടിയിൽ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു.
വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സ്ഥിരം പറഞ്ഞു കൊടുക്കുന്നത് അവർ അന്ധകാരത്തിലാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാനും അവരതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം, അവർ മറ്റുള്ളവരുടെ സഹായം തേടി അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ അവരെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു പരിപാടിയാണ്. ഇത് എല്ലാ മക്കളിലും എത്തട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. കഥ പറയും വണ്ടി ആഹാ കഥ പറയും വണ്ടി കഥ പറയും വണ്ടി ആഹാ കഥ പറയും വണ്ടി. ഈ കഥ പറയും വണ്ടിയായിട്ട് നമ്മളിങ്ങനെ നാടുകളിൽ കൂടെ പോകുമ്പോൾ കുട്ടികളെ മാത്രമല്ല നമ്മൾ കാണുന്നത്, അധ്യാപകരെ കാണുന്നുണ്ട്, മാതാപിതാക്കളെ കാണുന്നുണ്ട്, അവരുടെ പങ്കുവയ്ക്കലുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ വളരെ നിസ്സഹായരായിട്ട് കുട്ടികളെ പറ്റി പറയാറുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ മയക്കുമരുന്നിൻ്റെ കെണിയിലൊക്കെ അകപ്പെട്ട കുട്ടികളെ, അല്ലെങ്കിൽ അതിനോട് കുറേ സാധ്യതയുള്ള കുട്ടികളെ പറ്റിയൊക്കെ വളരെ നിരാശയോടുകൂടി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിരാശയേക്കാൾ ഉപരി നമുക്കൊരു സ്നേഹത്തിൻ്റെ ഭാഷയാണ് വേണ്ടത്. ഇവർ നമ്മളോട് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യവും, ഇവരെയൊക്കെ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികളുടെ ഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ വളരെ നിസ്സഹായതയോടുകൂടി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയാണ് കുട്ടികൾക്ക് വേണ്ടത്. അപ്പം ഈ സ്നേഹത്തിൻ്റെ ഒരു ഭാഷ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഒരുപാട് പണികളുണ്ട്, നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്. അധ്യാപകർക്ക് സ്കൂളിലെ ഒരുപാട് കരിക്കുലം തീർക്കേണ്ടതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനിടയിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പം അവർക്ക് കൊടുക്കേണ്ട ഒരു സ്നേഹത്തിൻ്റെ സമയം, അവരെ കേൾക്കേണ്ട ഒരു സമയം, ഇതൊക്കെ വളരെ കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പം ഇവർക്ക് എപ്പോഴും കേൾക്കാൻ ഇവർക്ക് കിട്ടുന്നത് പലപ്പോഴും ഫോണിലൂടെ ഇവരുടെ കൂട്ടുകാർ, അല്ലെങ്കിൽ ചേട്ടന്മാർ, ചേച്ചിമാർ, ഇങ്ങനെ അവരുടെ ഒരു പിയർ ഗ്രൂപ്പിനെയാണ് ഇവർ കൂടുതലായിട്ടും കേൾക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന കുറേ മോഹന വാഗ്ദാനങ്ങൾ, അവർ പറയുന്ന കുറേ സ്വപ്നതുല്യമായ കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ ഈ മയക്കുമരുന്നിനെ പറ്റി ഇവർ പറയും. അപ്പോൾ ഇതൊക്കെ വിശ്വസിച്ചിട്ടാണ് പല കുട്ടികളും ഇതിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അധ്യാപകരുടെയൊക്കെ ഒരു വലിയ കടമയും ഒരു വെല്ലുവിളിയെന്ന് വെച്ചാൽ, കുട്ടികൾ ചിലപ്പം വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കും, അത്രയും കാലം ഇടപെട്ട പോലെ ആയിരിക്കില്ല ഇവൻ ഇടപെടുന്നത്. പക്ഷേ ഇവരോട് കുറേ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇവർക്കൊരു സ്പേസ് കൊടുത്തുകൊണ്ട് മുൻവിധികളില്ലാതെ അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ ചിലതൊക്കെ നമ്മളോട് ഇങ്ങനെ പറയും. നമ്മളോട് ഇങ്ങനെ ഒരു കുമ്പസാര രഹസ്യം പോലെ കുട്ടികൾ പറയും. ആ പറയുന്നതിലൂടെ തന്നെ അവർക്കൊരു മാറ്റം സംഭവിക്കുകയാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇവരെ ഉപദേശിച്ച് കൊല്ലാതിരിക്കുക. കാരണം ഇവരെ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്ന പാടെ നമ്മൾ ടെൻസ്ഡ് ആവും, മാതാപിതാക്കൾ ടെൻസ്ഡ് ആവും, മുതിർന്നവർ ടെൻസ്ഡ് ആവും. അപ്പം നമ്മളെന്താ ചെയ്യുക, നമ്മളിങ്ങനെ പെട്ടെന്ന് ആ ടെൻഷനും കൊണ്ട് ഇവരോട് വഴക്ക് കൂടും, ഇവരോട് അത് പറയും ഇത് പറയും, ഉപദേശിക്കും. പിന്നെ അവൻ ഒരിക്കലും പറയില്ല, പിന്നെ അവൻ ഒരിക്കലും നമ്മളോടൊരു ഇങ്ങനത്തെ കാര്യങ്ങൾ പറയില്ല. അതേസമയം ഇങ്ങനെ ഒരു കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ചേട്ടനിത് പറഞ്ഞു, അപ്പോൾ അത് കേൾക്കുക, കേട്ടിട്ട് നമുക്കൊരു സ്നേഹത്തിൻ്റെ ഭാഷ കൊടുക്കാനായിട്ട് പറ്റുക, ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റുക. അപ്പം മിക്കപ്പോഴും കുട്ടികൾ തിരിച്ചു വരും, അല്ലെങ്കിൽ അതിലേക്ക് ചാടി പോകാതായിട്ടിരിക്കും. ഓരോ കഥ പറയും വണ്ടിയും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ മനസ്സിലൊരു പുരോഹിതൻ എന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു സാക്ഷാത്കാരമുണ്ട്, അല്ലെങ്കിൽ ഒരു സംതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നു, കുട്ടികളുടെ സ്നേഹം അനുഭവിക്കുന്നു, അവർക്കൊരു നല്ല കാര്യം. യേശുവൊക്കെ ആണെങ്കിലും ഇങ്ങനെ നറേഷനിലൂടെ അല്ലെങ്കിൽ കഥകളിലൂടെയൊക്കെയാണ് ആളുകളോട് സംസാരിച്ചിരുന്നത്. അത്തരത്തിൽ ഒരു വ്യത്യസ്ത മാധ്യമത്തിലൂടെ കുട്ടികളോടും വ്യക്തികളോടും ഒക്കെ സംസാരിക്കാൻ പറ്റുന്നു, ഇടപെടാൻ സാധിക്കുന്നു, അവരുടെ സന്തോഷം കാണാനായിട്ട് സാധിക്കുന്നു, അവരിങ്ങനെ അതിൽ നിന്നൊക്കെ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ടൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഇപ്പം ഈശോസഭ, ഞാനൊരു ഈശോസഭ വൈദികനായതുകൊണ്ട് തന്നെ ഈശോസഭ ഒരു അപ്പസ്തോലിക പ്രിഫറൻസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിഗണന എന്ന രീതിയിൽ കൊടുക്കുന്നത് യുവാക്കളെയും കുട്ടികളെയും അനുഗമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലും
ഇങ്ങനെയൊരു സംഭവം ചെയ്യുമ്പോഴേക്കും അത് വലിയ ഒരു സംതൃപ്തി നൽകുന്ന ഒന്നാണ്. പിന്നെ സ്നേഹസേനയിലൂടെ കുട്ടികളിലേക്ക് അല്ലാതെ ഒരുപാട് കുട്ടികളിലേക്കൊക്കെ എത്താൻ സാധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനൊരു കാര്യത്തെ പെട്ടെന്ന് കുട്ടികളിൽ എത്തിക്കാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. ഈ കഥ പറയും വണ്ടിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളുകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും ഒക്കെ ഇറങ്ങുമ്പോൾ ചില കുട്ടികളൊക്കെ ഓടി വരാറുണ്ട്. വന്നിട്ട് അച്ഛാ മനസ്സിനൊരു തെളിമ കിട്ടി, അല്ലെങ്കിൽ ഒരു എന്തോ ഒരു സ്നേഹം അനുഭവപ്പെട്ടു, ഇങ്ങനെ കുറേ പറയുന്നതിലുപരിയായിട്ട് എന്തൊക്കെയോ കിട്ടുന്നത് പോലെ തോന്നി, ഇനിയും ഇത് മറ്റു സ്കൂളുകളിലേക്കൊക്കെ തീർച്ചയായിട്ടും പോകണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പം ഒരു ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഒരു വെല്ലുവിളിയാണെന്നും നമ്മുടെ ഒരു ദൗത്യത്തിൻ്റെ വലിയൊരു ഭാഗമാണെന്നുള്ള ഒരു വല്ലാത്ത തോന്നൽ അപ്പോൾ ഒരു പുരോഹിതൻ എന്ന രീതിയിൽ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകണം, ഒരുപാട് കുട്ടികളെ സ്പർശിക്കണം. വെറുതെ നമ്മൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അവരിലേക്ക് എവിടെയെങ്കിലും സ്നേഹം കൊടുക്കണം, അവർക്ക് എന്തെങ്കിലും ഒരു തിരിച്ചറിവ് കൊടുക്കണം നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട്, നമ്മുടെ ഒരു കൂടിച്ചേരൽ കൊണ്ട്. ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും കുറേ സ്കൂളുകളിൽ കൂടി പോകാനുണ്ട്, കുറേ കുട്ടികളെ കൂടി കാണാനുണ്ട്, കുറേ കലാലയങ്ങൾ കാണാനുണ്ട്, കുറേ വിദ്യാർത്ഥികളെ കാണാനുണ്ട്, കുറേ മാതാപിതാക്കളോടും അധ്യാപകരോടും ഒക്കെ സ്നേഹം പങ്കുവയ്ക്കണമെന്നുണ്ട്. ആ ഒരു ആഗ്രഹവുമായിട്ട് കഥ പറയാൻ വേണ്ടി ഇനിയും അങ്ങനെ അങ്ങ് പോവുകയാണ്. അച്ഛൻ ഈ സൈക്കിളായിട്ട് ഇങ്ങനെ ദൂരെ പോകുമ്പോ മടുക്കില്ല അച്ഛാ? അങ്ങനെ ഒന്നും മടുക്കില്ല. നമ്മളിങ്ങനെ നിങ്ങളുടെ കൂടെയൊക്കെ വരാനുള്ള ഒരു ആഗ്രഹം, ഇതൊക്കെ ഒരു സ്നേഹത്തിന്റെ പുറത്തുള്ള യാത്രയല്ലേ. ഈ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുന്ന എന്ത് രസമാണെന്നറിയോ. അതുമാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ പോലുള്ളവരെയൊക്കെ ഇങ്ങനെ കാണുകയും സംസാരിക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഭയങ്കര എനർജിയാണത്. ഈ മണലിൽ നമുക്കൊരു വീടുണ്ടാക്കിയാലോ? ജനലുകളും വാതിലുകളും ഒക്കെയുള്ള ഓടിട്ട ഒരു വീട്. ഈ വീട്ടിലുള്ള എല്ലാവരും
വലിയ സ്നേഹത്തിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സ്നേഹത്തിലാണ് വേണ്ടത്. എന്നിട്ട് അങ്ങനെ ആ സ്നേഹം ഇങ്ങനെ ഒഴുകി ഇറങ്ങിയിട്ട് അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ വ്യാപിക്കുകയാണ്. അപ്പം അടുത്തുള്ള വീടുകളിലും അങ്ങനെ നാട്ടിൽ മുഴുവൻ ഇങ്ങനെ സ്നേഹമാകുന്നു. അപ്പം മക്കളും മാതാപിതാക്കളും അധ്യാപകരും കൂട്ടുകാരും അടുത്തുള്ളവരും നാട്ടിലുള്ളവരും എല്ലാം വലിയ സ്നേഹത്തിലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു ലഹരിയായിട്ട് ഇങ്ങനെ, ആ സ്നേഹം ഇങ്ങനെ ഒരു ലഹരിയായിട്ട് വീട്ടിലും നാട്ടിലും ഒക്കെ ഇങ്ങനെ പരക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ കൊച്ചു കൊച്ചു സന്തോഷം എന്നും പറഞ്ഞ് മയക്കുമരുന്നിലേക്കും ദുശീലങ്ങളിലേക്കും ഒന്നും നമ്മൾ പോകാണ്ടാവും. അപ്പം അച്ഛൻ നിങ്ങളോട് ഈ കളിക്കുകയും ചിരിക്കുകയും കഥ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവസാനമായിട്ട് നമ്മൾ ഈ ഒരു സ്നേഹ സമുദ്രത്തിലാവണേ. അതിനുവേണ്ടിയാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കടൽ കണ്ടോ, ഈ കടലിങ്ങനെ പരന്ന് കിടക്കുന്ന പോലെ നമ്മുടെ സ്നേഹം ഇങ്ങനെ പരന്ന് അങ്ങനെ എല്ലായിടത്തും എത്തണം.